ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കഥ പറയാം. ദ്രോണാചാര്യരെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് പാണ്ഡവരെയും കൗരവരെയും ആയുധാഭ്യാസം പഠിപ്പിച്ച അവരുടെ ഗുരു എന്ന് പറയുന്നത്. ഈ ദ്രോണാചാര്യരുടെ മകനാണ് അശ്വത്ഥാമാവ്. അപ്പോൾ പാണ്ഡവരെയും കൗരവരെയും അശ്വത്ഥാമാവിനെയും കൂടെയാണ് അദ്ദേഹം ആയുധാഭ്യാസം പഠിപ്പിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് താമസിച്ചാണ് ഇവർ പഠിക്കുന്നത്. അർജുനന് ഇങ്ങനെയുള്ള വിദ്യകളിൽ വലിയ സാമർഥ്യവും താല്പര്യവും ഉണ്ടായിരുന്നതുകൊണ്ട് ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യനായിരുന്നു അർജുനൻ. അതുപോലെ തന്നെ ഈ കുട്ടികളെ എല്ലാവരും ദൂരെയുള്ള സ്ഥലത്തേക്ക് ജലം കൊണ്ടുവരാനായിട്ട് ദ്രോണാചാര്യർ അയക്കും. അപ്പോൾ മകനായ അശ്വത്ഥാമാവിന് ഈ അകത്ത് ഉള്ളു കുറവുള്ള പാത്രമെന്ന് പറയും. അതായത് ജലം കുറഞ്ഞ് അത്രയും ജലമേ കൊള്ളുള്ളൂ. അങ്ങനെയുള്ള പാത്രമാണ് അശ്വത്ഥാമാവിൻ്റെ കൊടുത്തു വിടുന്നത്. ബാക്കി എല്ലാവർക്കും കുറച്ചും കൂടെ വലിപ്പമുള്ള പാത്രം കൊടുത്തു വിടും. അപ്പോൾ അശ്വത്ഥാമാവിന് കുറച്ച് വെള്ളം മാത്രം എടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓടി ഗുരുവിൻ്റെ അടുത്തേക്ക് വരും, അതായത് അച്ഛൻ്റെ അടുത്തേക്ക് വരും. ആ സമയം കൊണ്ട് ചില പ്രത്യേക വിദ്യകളൊക്കെ അശ്വത്ഥാമാവിന് ദ്രോണാചാര്യർ പഠിപ്പിച്ചു കൊടുക്കും. അത് ഒരു സ്വാർത്ഥതയാണ്, തൻ്റെ മകനോടുള്ള ഒരു സ്വാർത്ഥതയാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇത് മനസ്സിലാക്കിയ അർജുനന് വലിയ താല്പര്യമാണ്, എല്ലാം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഈ കാര്യം അർജുനൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? വരുണാസ്ത്രം കൊണ്ട് തൻ്റെ പക്കലുള്ള പാത്രത്തിൽ ജലം നിറച്ച് ആചാര്യൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. അതുകൊണ്ട് തന്നെ ഗുരുപുത്രന് പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അർജുനനും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഒരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാറ്റടിച്ച് വിളക്ക് കെട്ടുപോയി. ഒരു തടസ്സവുമില്ലാതെ കൈകൊണ്ട് ഉരുട്ടിയ ഉരുളകൾ വായിലേക്ക് വീഴുന്നതോർത്ത് അർജുനൻ ഒരു കാര്യം എന്ത് ചെയ്തു? നിശ്ചയിച്ചുറപ്പിച്ചു. ഒരു ലക്ഷ്യം കണ്ടെത്തുന്നതിന് പ്രകാശത്തിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടത്തും എന്ത് ചെയ്യാം? ആയുധാഭ്യാസം നടത്താം. അങ്ങനെ ഈ ചിന്ത ഇങ്ങനെ അർജുനൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചിട്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? കൂരിരുട്ടിൽ ആയുധാഭ്യാസം നടത്താനായിട്ട് പരിശീലിക്കുന്നു. ഒരു ദിവസം രാത്രി അർജുനൻ്റെ വില്ലിലെ ഞാണൊലി ശബ്ദം കേട്ട് ദ്രോണാചാര്യർ എഴുന്നേറ്റ് വന്ന് അർജുനനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, നിന്നേക്കാളും വലിയൊരു ധനുർധരൻ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. ആ രീതിയിൽ ഞാൻ നിന്നെ പഠിപ്പിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് ആചാര്യൻ എന്ത് ചെയ്യുന്നു? ഒരുപാട് യുദ്ധമുറകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് കുതിരയിൽ സവാരി ചെയ്തുകൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളും രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളും തറയിൽ നിന്നുകൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളുമെല്ലാം, അതുപോലെ തന്നെ ഗദായുദ്ധം, വാൾപ്പയറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അർജുനന് പറഞ്ഞു കൊടുത്തിട്ട് അർജുനനെ ഒരു വലിയ പോരാളിയാക്കി വളർത്തിക്കൊണ്ട് വരുന്നു. അങ്ങനെ അർജുനൻ ദ്രോണാചാര്യരുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ആ സമയത്ത് ദ്രോണാചാര്യർ വലിയൊരു ടീച്ചറാണ്, അദ്ദേഹം വലിയ സമർത്ഥനാണ് കുട്ടികളെ പഠിപ്പിക്കാനെന്നൊക്കെ ആളുകൾ അറിഞ്ഞു കേട്ടിട്ട് ഒരുപാട് ആളുകൾ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് പഠിക്കാനായിട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ അക്കൂട്ടത്തിൽ നിഷാദ രാജാവായ ആരുമുണ്ടായിരുന്നു? ഹിരണ്യധനുവിൻ്റെ പുത്രനായ ഏകലവ്യനും ഉണ്ടായിരുന്നു. അതായത് നിഷാദ രാജാവായ ഹിരണ്യധനുവിൻ്റെ പുത്രനായ ഏകലവ്യൻ. അപ്പോൾ ഏകലവ്യനും ആരാണ്? നിഷാദനാണ്. നിഷാദൻ എന്ന് വെച്ചാൽ എന്താണ്? കാട്ടാളൻ. അന്നത്തെ സാമൂഹ്യ നീതി കണക്കിലെടുത്ത് ദ്രോണാചാര്യർ എന്തു ചെയ്തില്ല? ഏകലവ്യനെ ശിഷ്യനായി സ്വീകരിച്ചില്ല. ഏകലവ്യന് വലിയ ദുഃഖമായി. അയാൾ വനമധ്യത്തിൽ ദ്രോണാചാര്യരുടെ ഒരു മൺപ്രതിമയുണ്ടാക്കി. ആ പ്രതിമ ആചാര്യൻ തന്നെ എന്ന് വിചാരിച്ചുറപ്പിച്ച് ഏകലവ്യൻ അതിൻ്റെ മുമ്പിൽ അതീവ ശ്രദ്ധയോടുകൂടി സ്വയം അസ്ത്രവിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. അതിശയമെന്ന് പറയട്ടെ, അദ്ദേഹം എന്തു ചെയ്യുന്നു? അസ്ത്രവിദ്യയിൽ വലിയ നിപുണനായി മാറി. ഒരു ദിവസം ആചാര്യൻ്റെ അനുമതിയും വാങ്ങി രാജകുമാരന്മാർ എവിടെ പോയി? കാട്ടിൽ നായാട്ടിന് പോയി. രാജകുമാരന്മാരോടൊപ്പം ഒരു പട്ടിയും ഒരു അനുചരനും ഉണ്ടായിരുന്നു. അനുചരൻ എന്ന് വെച്ചാൽ ആരാണ്? അവരുടെ ഒരു സഹായി. അങ്ങനെ കാട്ടിൽ അലഞ്ഞു നടക്കവേ ആ പട്ടി ഗുരുപ്രതിമയുടെ മുമ്പിൽ ധനുർവേദം അഭ്യസിക്കുന്ന ഏകലവ്യൻ്റെ അടുത്തെത്തി. കറുത്ത് ഇരുണ്ടവനായിരുന്നു ആര്? ഏകലവ്യൻ. അയാൾ ധരിച്ചിരുന്നത് കൃഷ്ണമാനിൻ്റെ ചർമ്മമാണ്. തലമുടി ജട കെട്ടിയതായിരുന്നു. പ്രാകൃത രൂപത്തിലുള്ള ഏകലവ്യനെ കണ്ട് പട്ടി കുരയ്ക്കുവാൻ തുടങ്ങി.
ഏകലവ്യൻ പട്ടിയുടെ വായിലേക്ക് 6 ബാണങ്ങൾ അയച്ചു. പക്ഷേ ഈ ബാണങ്ങളൊന്നും തന്നെ പട്ടിക്ക് യാതൊരു മുറിവും ഏൽപ്പിച്ചില്ല. പട്ടിക്ക് കുരയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് ശബ്ദ നിരോധനമാണ് ആ ബാണപ്രയോഗത്തിലൂടെ ചെയ്തത്. ഈ പട്ടി എന്ത് ചെയ്യുന്നു? പാണ്ഡവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ പാണ്ഡവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ആരോ, അതിസമർത്ഥനായ ആരോ ചെയ്തതാണ് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അവർ വനത്തിൽ ആരെ കണ്ടെത്തുന്നു? ഏകലവ്യനെ കണ്ടെത്തുന്നു. ഏകലവ്യനെ കണ്ടെത്തിയപ്പോൾ അർജുനൻ ചോദിച്ചു, ആരാണ് അങ്ങയുടെ ഗുരു എന്ന്. ഉടനെ ഗുരു ദ്രോണാചാര്യനാണെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇവർ തിരിച്ച് ആചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് അർജുനൻ അല്പം പരിഭവത്തോടുകൂടി ദ്രോണാചാര്യരോട് പറഞ്ഞു, അങ്ങ് പലപ്പോഴും എന്നെ ആലിംഗനം ചെയ്ത് പറയാറുണ്ടല്ലോ എന്നേക്കാൾ വലിയൊരു ശിഷ്യൻ അങ്ങേക്കില്ലെന്ന്. എന്നാൽ അങ്ങയുടെ ശിഷ്യനായി ഏകലവ്യൻ എന്നേക്കാളും ഉയർന്ന നിലവാരം പുലർത്തുന്നവൻ തന്നെ. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അമ്പെയ്ത് കൊള്ളിക്കുവാൻ അയാൾ വലിയ സമർത്ഥനാണ് എന്ന് അർജുനൻ എന്തു ചെയ്യുന്നു? പരാതി പറഞ്ഞു. അങ്ങനെ അർജുനൻ പരാതി പറഞ്ഞത് കേട്ട് ദ്രോണാചാര്യർ രാജകുമാരന്മാരെയും കൂട്ടി വനത്തിലേക്ക് പോയി. അങ്ങനെ കാട്ടിലെത്തിയ ദ്രോണർ ഒന്നിനു പിറകെ ഒന്നായി അസ്ത്രം വിട്ട് അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ജടാവൽക്കധാരിയായ ആരെ കണ്ടു? ഏകലവ്യനെ കണ്ടു. ശരീരം ചേറ് നിറഞ്ഞതായിരുന്നു. എങ്കിലും അതിൽ അയാൾക്ക് യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. ആചാര്യനെ കണ്ട മാത്രയിൽ ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ ചരണങ്ങൾ അദ്ദേഹം ദണ്ഡനമസ്കാരം നടത്തി. എന്നിട്ട് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം തൊഴുകൈയോടെ ഇനി ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് വിനയപൂർവ്വം ദ്രോണാചാര്യരോട് അന്വേഷിച്ചു. ഈ അവസരത്തിൽ ദ്രോണാചാര്യ പറയുകയാണ്, നീ സത്യസന്ധമായിട്ടും എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകുക. ഗുരുവിൻ്റെ ആവശ്യം ഏകലവ്യനിൽ ആനന്ദമാണ് ജനിപ്പിച്ചത്. ഏകലവ്യൻ പറഞ്ഞു, പ്രഭോ, അവിടുന്ന് കൽപ്പിച്ച് അരുളി ചെയ്താലും എന്താണ് ഞാൻ അങ്ങേക്ക് തരേണ്ടത്? എന്തു ചോദിച്ചാലും ഞാൻ അങ്ങേക്ക് തരുമെന്ന് പറഞ്ഞു. തൊഴുതു നിൽക്കുന്ന ഏകലവ്യനോട് ദ്രോണാചാര്യർ എന്താണ് പറഞ്ഞത്? ഏകലവ്യ, നീ നിന്റെ വലത്തെ കൈയിലെ തള്ളവിരൽ മുറിച്ച് എനിക്ക് ഗുരുദക്ഷിണയായി തരിക. ഇത് കേട്ട് ഏകലവ്യൻ വലിയ സന്തോഷത്തോടുകൂടി തൻ്റെ പെരുവിരൽ മുറിച്ച് ഗുരുപാദ സമീപം വെച്ചു. ദ്രോണാചാര്യർക്കും അർജുനനും സന്തോഷമായി, പക്ഷേ ഏകലവ്യനും സന്തോഷമായി. പക്ഷെ അതോടുകൂടി അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള കഴിവാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? സ്വാർത്ഥത മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ് അല്ലേ? വലിയ ആചാര്യനാണെങ്കിലും ദ്രോണാചാര്യർക്ക് ആദ്യം തൻ്റെ മകനോട് മകൻ്റെ കാര്യത്തിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ കാര്യത്തിലും സ്വാർത്ഥതയുണ്ടായിരുന്നു. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ, അല്ലെ ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും മനസ്സിൽ എന്തുണ്ടായി? ഒരു സ്വാർത്ഥത അത് ഉണ്ടാകുമെന്നാണ് ഇവിടെ വേദവ്യാസൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ വേദവ്യാസന് അങ്ങനെ ചെയ്ത ആ അദ്ദേഹം ചെയ്ത നീതി നിഷേധത്തിന് അദ്ദേഹത്തിന് എന്തു കിട്ടി? ശിക്ഷ കിട്ടിയെന്നും ആര് പറയുന്നുണ്ട്? വേദവ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയത്? ഏകലവ്യൻ്റെ വിരൽ മുറിപ്പിച്ച ആ പാപം ദ്രോണാചാര്യരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജീവിതാവസാനം വരെ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? ദൃഷ്ടദ്രുമ്നൻ വാളെടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടുകയായിരുന്നു അല്ലേ? ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കഴുത്തു മുറിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. ആരാണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് മുറിച്ചത്? ദൃഷ്ടദ്രുമ്നൻ. അപ്പോൾ ഏത് വമ്പനും സ്വാർത്ഥത മൂത്താൽ തികഞ്ഞ അന്യായക്കാരനാകാനിടയുണ്ട് എന്ന കാര്യമാണ് വ്യാസഭഗവാൻ നമ്മെ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കും, ഈ മഹാഭാരതവും ഒക്കെ വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് തെറ്റുകളും പാപങ്ങളും അല്ലെങ്കിൽ സ്വാർത്ഥതകളുമൊക്കെ പലരും ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. പക്ഷേ വ്യാസഭഗവാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം എഴുതി വെക്കുമ്പോൾ അവസാനം അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അവസാനം ആയിരിക്കും എന്നതും കൂടി വ്യാസഭഗവാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഏത് വലിയവനായാലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിച്ച് തീരുക തന്നെ വേണമെന്നാണ് ഭഗവാൻ ഇതിനകത്തു നിന്നും
നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യാസമാണ് ആരുടെ കാര്യം? ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കാര്യം. അവിടെയാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഭഗവാൻ നാരായണൻ്റെ അവതാരമാണ് ശ്രീരാമചന്ദ്ര പ്രഭു. അദ്ദേഹം തികഞ്ഞ മനുഷ്യനായിട്ടാണ്, മനുഷ്യരൂപത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഭൂമിയിൽ അവതരിച്ചത്. അവിടെ അദ്ദേഹം യാതൊരു ദൈവികമായ ശക്തിയും അദ്ദേഹം കാണിച്ചില്ല. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമോ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായൊരു ബാല്യവും കൗമാരവും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് സന്തോഷകരമായൊരു ജീവിതം അദ്ദേഹത്തിനുണ്ടായോ? ഇല്ല. അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് തൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിനായിട്ട് കാട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് സഹോദരനെ വിവാഹം കഴിച്ചിട്ട് അധിക കാലമായില്ല, വളരെ കുറച്ചു കാലമേ ആയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും സഹോദരനെയും ജ്യേഷ്ഠത്തി അമ്മയെയും സേവിക്കുന്നതിനായിട്ട് ആർക്ക് പോകേണ്ടി വന്നു? ലക്ഷ്മണന് പോകേണ്ടി വന്നു. ഊർമിളയെ ഉപേക്ഷിച്ചിട്ട്, അല്ലേ? ഊർമിളയെ അവിടെ നിർത്തിയിട്ടാണ് 14 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നത്? ലക്ഷ്മണന് പോകേണ്ടി വന്നത്. ആ സമയത്ത് ലക്ഷ്മണൻ ഒരു ഉപദേശം അമ്മ കൊടുക്കുന്നുണ്ട്. എന്താണ്? കാടിനെ അയോധ്യയായിട്ടും ജ്യേഷ്ഠനെ അച്ഛനായിട്ടും ജ്യേഷ്ഠത്തിയെ അമ്മയായിട്ടും കണ്ട് സന്തോഷത്തോടു കൂടി പോവുക എന്നാണ്. എത്ര അമ്മമാർ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇന്നത്തെ സമൂഹത്തിൽ? അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ആരയക്കുന്നത്? അമ്മ ലക്ഷ്മണനെ അയക്കുന്നത്. നമ്മൾ രാമായണത്തിലെ ഏറ്റവും മഹത്തായ വാക്യം ഇതാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. രാമായണത്തിലെ ഏറ്റവും മഹത്തരമായ ഏതാണ് വാക്യമെന്ന് വരരുചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ആ വാക്യം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നെടുത്ത് കാണണം. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനുശേഷം ശ്രീരാമചന്ദ്ര പ്രഭു കാട്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അച്ഛൻ്റെ മരണം. അതിനുശേഷം സഹോദരൻ തിരക്കി വരുന്നു. പാതുകമാണ് കൊടുത്തുവിടുന്നത്. ജ്യേഷ്ഠനെ ഓർത്ത് അദ്ദേഹം ആ സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലോ അല്ലേ, ഒരാളൊന്ന് ഒഴിയാൻ നോക്കിയിരിക്കുന്നു മറ്റൊരാൾക്ക് കയറിയിരിക്കാനായിട്ട്, എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാൻ നോക്കിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഭരതൻ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം രാവണ നിഗ്രഹമൊക്കെ നടത്തി തിരിച്ചു വന്നതിന് ശേഷം അപ്പോഴെങ്കിലും ഒരു മനസ്സമാധാനം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അവിടെയും എന്തില്ല, അദ്ദേഹത്തിന് യാതൊരു മനസ്സമാധാനവും കിട്ടിയില്ല. രാജാവാണ് പിന്നെ. അദ്ദേഹത്തിൻ്റെ പിന്നത്തെ കടമ എന്താണ്? രാജ്യസേവനമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള കടമ. ആ രാജ്യസേവനത്തിൽ തൻ്റെ പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നല്ല രാജാവായിരിക്കാനാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ദൗത്യം അതായിരുന്നു. ഗർഭിണിയായ തൻ്റെ ഭാര്യയെ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നു. ശ്രീരാമചന്ദ്ര പ്രഭുവിനറിയാം തൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് രാജ്യം ഭരിച്ചു പിന്നീട് അങ്ങോട്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായൊരു സന്തോഷം അദ്ദേഹത്തിന് അവിടെ ഒരിക്കലും ലഭിച്ചിരുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ദുഃഖങ്ങൾ അദ്ദേഹം കടിച്ചമർത്തുകയായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖമൊന്ന് കാണാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതിനുശേഷം അദ്ദേഹം യാഗങ്ങൾ നടത്തുന്നു. യാഗത്തിൽ യജമാനനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം? പത്നി വേണം. കാരണം അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയാണ്, പത്നിയില്ല കൂടെ. അപ്പോഴും അവിടെ രാമായണത്തിൽ സ്ത്രീക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പത്നിയില്ലാതെ അവിടെ ഒരു യാഗവും ചെയ്താൽ ആ യാഗം പൂർണ്ണമാവുകയില്ല ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ. അങ്ങനെയാണ് അദ്ദേഹം കാഞ്ചന സീതയെ ഉണ്ടാക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രത്തോളം ദുഃഖമുണ്ടായിരിക്കും. തൻ്റെ പ്രജകൾക്ക് വേണ്ടി അദ്ദേഹം ആ ദുഃഖങ്ങളെല്ലാം സ്വയം സഹിക്കുകയായിരുന്നു. ഇന്ന് എത്ര ഭരണാധികാരികൾ അങ്ങനെ ചെയ്യും ഇന്നത്തെ ലോകത്ത്? അതിനുശേഷം അദ്ദേഹം തൻ്റെ മക്കളെ കാണുന്നു. ഭാര്യയെ വിളിക്കുമ്പോൾ സീതാദേവി അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ തികഞ്ഞ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി ദുഃഖങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയായിരിക്കണം ഓരോ മനുഷ്യനും ഭരണാധികാരികളും ഉണ്ടാകേണ്ടതെന്നാണ് ശ്രീരാമചന്ദ്ര പ്രഭു നമ്മളെ കാണിച്ചു തന്നത്. സ്വാർത്ഥത ലവലേശമില്ലാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആരെന്ന് പറയുന്നത്? ശ്രീരാമചന്ദ്ര പ്രഭു. അദ്ദേഹം മനുഷ്യനായിരുന്നു. മനുഷ്യരൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ മനുഷ്യരൂപത്തിൽ
ഭഗവാൻ മഹാവിഷ്ണു എടുത്ത അവതാരമാണ് ശ്രീരാമചന്ദ്ര പ്രഭു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻ്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു വലിയ കാര്യമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടടുത്ത് വന്നത്. അപ്പൂപ്പൻ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ കയ്യോ കാലോ കണ്ണോ മുഖമോ അല്ല. ഞാനെന്ന് പറയുന്നത് ഇത് മാത്രമല്ല, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ബന്ധുജനങ്ങളും എല്ലാവരും ചേരുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട എല്ലാവരും ചേരുന്നതാണ് ഞാനെന്ന് പറയുന്നത്. അതല്ലാതെ ഈ കൈയും കാലും മുഖവും എൻ്റെ ഈ ശരീരവും മാത്രമല്ല ഞാനെന്ന് പറയുന്നത് എന്ന് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് അപ്പം ഈ സമയത്ത് ഞാനത് നിങ്ങളോട് പറഞ്ഞത്. നമ്മളെല്ലാവരും അങ്ങനെ കരുതിയാൽ അത്യാവശ്യം സമാധാനം ഈ ലോകത്തിനുണ്ടാകും. ഇന്ന് ഒരു മനുഷ്യരും അങ്ങനെ കരുതുന്നില്ല. മറ്റുള്ളവൻ്റെ ദുഃഖങ്ങൾ തൻ്റെ ദുഃഖമായി ആരും കരുതുന്നില്ല. താൻ മൂലം മറ്റുള്ളവർ വിഷമിക്കരുതെന്ന് ഇന്നത്തെ സമൂഹത്തിൽ എത്ര പേര് ആഗ്രഹിക്കും? എത്ര പേര് അതിനനുസരിച്ചിട്ട് ചെയ്യും? എല്ലാവരും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. സ്വന്തം സുഖത്തിന് വേണ്ടി ആർക്കും ആരെയും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയായി. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളത് പരിഹരിച്ചു കൊള്ളണം. അതാണ് എല്ലാവരുടെയും ചിന്ത. ഞാനെന്ന് പറയുന്ന ഒരു ചെറിയ ഒരവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ കൂടപ്പിറപ്പുകളോ ഒന്നിനും ഒരു സ്ഥാനവുമില്ല. എനിക്ക് ദോഷം സംഭവിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് അവിടെ ചിന്ത. മറ്റുള്ളവൻ്റെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അവർ കണക്കിലെടുക്കുന്നില്ല. ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങനെ കണക്കിലെടുത്തതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അദ്ദേഹത്തിന് ഈ ദുഃഖങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാമം ഇന്നും പുകഴ്ത്തി പാടുന്നതും നമ്മൾ അദ്ദേഹത്തിൻ്റെ നാമം എന്നും പ്രാർത്ഥിക്കുന്നതും. അല്ലാത്തവരുടെ നാമം ഒരിക്കലും നമ്മൾ പറയുകയില്ല. പക്ഷെ അവർക്ക് താൽക്കാലികമായ പല സുഖങ്ങളും ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായ പരമപദത്തിലേക്ക് അവരൊരിക്കലും എത്തപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും ദോഷമെങ്കിലും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പിന്നെ ചില സാഹചര്യങ്ങൾ അറിയാതെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാം. കാരണം നമ്മൾ നിയമത്തിൽ പഠിക്കുമ്പോൾ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ഡിഫെൻസ് പഠിക്കും. ആക്ട് ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവനിശ്ചയം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചില പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരാം. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതുപോലെ ചില നിശ്ചയങ്ങൾ നമുക്കുണ്ടാകാം. അതല്ലാതെ മനഃപൂർവ്വമായി നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഈ സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ദോഷമുണ്ടാക്കുന്നതിനായിട്ട് നമ്മളാരും ഇടവരുത്തരുത്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അവിടെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രസക്തിയും ദ്രോണാചാര്യരുടെ സ്വാർത്ഥതയും. ദ്രോണാചാര്യരുടെ സ്വാർത്ഥത കാരണം അർജുനൻ വലിയ പോരാളിയായി. പക്ഷേ അർജുനൻ്റെ ആ പോരാളിയുടെ ആ മഹിമയ്ക്ക് മുമ്പിൽ എപ്പോഴും നമ്മൾ ആരെ ഓർക്കും? ഏകലവ്യനെ ഓർക്കും. എന്തുകൊണ്ടാണ്? ഏകലവ്യൻ അവിടെ ഗുരുദക്ഷിണ ആ രീതിയിൽ ചോദിച്ചില്ലായിരുന്നെങ്കിൽ അർജുനനേക്കാൾ വലിയ പോരാളി ആരാകുമായിരുന്നു? ഏകലവ്യനാകുമായിരുന്നു. പക്ഷെ അവിടെ ദ്രോണാചാര്യരുടെ സ്വാർത്ഥത, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിലുള്ള സ്വാർത്ഥത ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനും എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടായേനെ. പക്ഷേ എല്ലാ തെറ്റുകൾക്കും ഒരു നീതിയുണ്ട്, കാലത്തിൻ്റെ ഒരു നീതിയുണ്ട്. അതാണ് അവസാനം ദ്രോണാചാര്യർക്കും സംഭവിച്ചത്. അതുകൊണ്ട് മഹാഭാരത കഥകൾ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഓർക്കുക, മനസ്സിലാക്കുക. എല്ലാവരും മറ്റുള്ളവർക്ക് സഹായമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാതെയെങ്കിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഏകാദശിയൊക്കെ എടുക്കണം. ശിവരാത്രി വ്രതം എടുക്കാൻ പറ്റുന്നവരെല്ലാം ശിവരാത്രി വ്രതം എടുക്കണം. ഭഗവാനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. എന്ത്? നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമൊന്നും ഉണ്ടാകാൻ ഇടവരുത്തരുതേ ഭഗവാനെ എന്ന് അതും കൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. മഹാഭാരതമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക. ഹരേ കൃഷ്ണ.